Hello children, last class we started perimeter, area and volume. അതിൽ നമ്മൾ perimeter complete ചെയ്തു. Next we are going to study about area. Area by using formula. The area is the space occupied by the closed plane figure and it is measured in square unit. The area is the space occupied by the closed plane figures. അത് മെഷർ ചെയ്യുന്നത് സ്ക്വയർ യൂണിറ്റിലാണ് ഏരിയ മെഷർ ചെയ്യുന്നത്. ഏരിയ ഈസ് ദി സ്പേസ് occupied by the closed plane figures. The area is the space occupied by the closed plane figure. It is measured in square units. Square യൂണിറ്റിലാണ് ഏരിയ മെഷർ ചെയ്യുന്നത്. സെൻറ്റിമീറ്റർ ആണെങ്കിൽ സ്ക്വയർ സെൻറ്റിമീറ്റർ, മീറ്റർ ആണെങ്കിൽ സ്ക്വയർ മീറ്റർ. സ്ക്വയർ സെൻറ്റിമീറ്ററിന് ഇങ്ങനെ എഴുതാം, സെൻറ്റിമീറ്റർ പവർ 2, സെൻറ്റിമീറ്റർ സ്ക്വയർ, മീറ്റർ സ്ക്വയർ. ഇനി ഫോർമുല വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയേ. ഫസ്റ്റ് ഏരിയ ഓഫ് എ rectangle. Area of rectangle, length into breadth. Length into breadth. Area of a square, നമുക്കറിയാം side into side. Area of a rectangle, length into breadth. Area of a square, side into side. നിങ്ങൾ എക്സസൈസ് 7.1 8th ക്വസ്റ്റ്യൻ ഇത് ചെയ്തുതരാം നോക്കിയേ. മിസ്റ്റർ മൽഹോത്ര ബോട്ട് എ ബെഡ് സ്പ്രെഡ് മെഷറിംഗ് 2.2 മീറ്റർ ബൈ 1.5 മീറ്റർ. ഫൈൻഡ് ഇറ്റ്സ് ഏരിയ. ഡിഫറെൻറ്റ് യൂണിറ്റ് ആണ് അല്ലേ, ലെങ്ത്തും ബ്രെഡ്ത്തും ഡിഫറെൻ്റ് ആയിരുന്നാലേ റെക്റ്റാങ്കിൾ ആണ്. മിസ്റ്റർ മൽഹോത്ര ബോട്ട് എ ബെഡ് സ്പ്രെഡ് മെഷറിംഗ് 2.2 മീറ്റർ ബൈ 1.5 മീറ്റർ. ഫൈൻഡ് ഇറ്റ്സ് ഏരിയ. അപ്പോൾ ലെങ്ത്ത് എത്രയാണ്? 2.2 മീറ്റർ. breadth 1.5 meter. Area equal rectangle ആണ്, ലെങ്ത് ബ്രെഡ്ത്തും വന്നോണ്ട് റെക്റ്റാങ്കിൾ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, L ഇൻറ്റു P. 2.2 ഇൻറ്റു 1.5. 2.2നെ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 2 5s are 10, remainder 1. 2 5s are 10 plus 1, 11. 1 2 is 2, 1 2 is 2. 0 3 3. 33.0 സെൻറ്റിമീറ്റർ അല്ലേ, അപ്പോൾ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ 33 സ്ക്വയർ മീറ്റർ. ലെങ്ത്തും ബ്രെഡ്ത്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. ഇനി ഏരിയയ്ക്ക് നോക്കിയേ, നിങ്ങളെ എക്സസൈസിലെ 9th പ്രോബ്ലം. Prashant was gifted a square painting, each of whose sides measured 8.5 cm. What area would the painting occupy? Prashant was gifted a square painting, each of whose sides measured, and the side തന്നിട്ടുണ്ട് എത്രയാണ്? 8.5 cm. Area of a square കാണുമ്പോൾ അറിയാം, area of a square, side into side means 8.5 into 8.5. 8.5നെ 8.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5 5s are 25, remainder 2. 5 8s are 40 plus 2, 42. 8 5s are 40, remainder 4. 8 8s are 64 plus 4, 68. 5 2 8 plus 4, 12, remainder 1, 7. അപ്പോൾ 72 പോയിൻ്റ് ഇടുമ്പോൾ 72.25 സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 72.25 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇത് ഫോർമുല അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഫോർമുല ഇല്ലാതെ ഒന്ന് ചെയ്യുന്നത് നോക്കിയേ. ഫൈൻഡ് ദി ഏരിയ. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്, ഹാഫ് സ്ക്വയർഡ് സ്ക്വയറും ഫുൾ ഫിൽഡ് സ്ക്വയറും കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ ഏരിയ എടുക്കുന്നത്.
ഇതിൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് നോക്കിയേ. ആദ്യം ഫുൾഫിൽഡ് സ്ക്വയേഴ്സ്. ഫുൾഫിൽഡ് സ്ക്വയേഴ്സ് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6. Then half filled squares. 1 2 3 4. Half filled squares 4. 1 2 3 4. Then total area. Full filled squares plus half filled squares. Plus half filled squares. എത്രയാണ്? 6 plus 4 into 1 by 2. 2 cancel out. 2. 6 plus 2. 8 square centimeter. 8 square centimeter. ഈ ഹാഫ് 1, ഈ ഹാഫ് 1. അപ്പോൾ 1 plus 1 2. ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. ഇനി അടുത്തത് വോളിയം. യൂണിറ്റ് ക്യൂബിൻ്റെ വോളിയമാണ്. ദി വോളിയം ഓഫ് എ യൂണിറ്റ് ക്യൂബ് ഈസ് 1 cubic centimeter. The volume of a unit cube is 1 cubic centimeter. ഷോർട്ട് ഫോമിൽ എങ്ങനെ എഴുതും? സി. അതിൻ്റെ ഓരോ എഡ്ജും 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഫോർ ഈച്ച് എഡ്ജ് മെഷേഴ്സ് 1 സെൻറ്റിമീറ്റർ. ഇനി അതിൻ്റെ പ്രോബ്ലം എക്സസൈസ് 7.2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 6 cubes of same volume are assembled to form a bigger block of volume 54 cc. Find the volume of each cube. 6 cubes of the same volume are assembled to form a, നിങ്ങൾക്കറിയാം ക്യൂബ് എന്ന് പറയുമ്പോൾ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഈക്വലായിട്ട് വരുന്നതാണ് ക്യൂബ് എന്ന് പറയുന്നത്. 6 cubes of same volume are assembled to form a bigger block of volume 54 cc. Find the volume of each cube. Volume of each cube. ഇപ്പോൾ എന്ത് ചെയ്യണം? വോളിയം ഓഫ് എ ക്യൂബ് നിങ്ങൾക്കറിയാം. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് മൂന്നും ഈക്വൽ ആയിരിക്കും. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്തും ഹൈറ്റും ഈക്വൽ ആയിരിക്കും. അതാണ് വോളിയം ഓഫ് എ ക്യൂബ്. ഇതിൽ നോക്കിയേ, ഇത് വോളിയം തന്നിട്ടുണ്ട് 54. ഇത് നോക്കിയേ, 6 cubes of same volume are assembled to form a bigger block of volume 54 cc. Find the volume of each cube. Volume of each cube equal, ഇതിലെങ്ങനെയാണ് വരുന്നത്? 54ന് 6 ഉണ്ട്, വോളിയം തന്നിട്ടുണ്ട്, അതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 6 ക്യൂബ് ഉണ്ട് അങ്ങനെ. അപ്പോൾ 9 cc. ഒരു ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുന്നത് 9 cc. ഇപ്പം ഒരു ക്യൂബിൻ്റെ സൈഡ് 2 എന്നാണ് തന്നിട്ടുണ്ടെങ്കിൽ ലെങ്ത്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് നോക്കിയേ, ഇതാണ് ലെങ്ത്ത്. ഇത് 2 ആണെങ്കിൽ ഇത് വിഡ്ത്ത്, ഇത് 2, ഇത് ഹൈറ്റ്, ഇത് 2 ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? 2 into 2 into 2. 2 2s are 4 2s are 8 cubic centimeter. 8 cc. 8 cc. ക്യൂബിക് സെൻറ്റിമീറ്ററിനാണ് 8 cc എന്ന് എഴുതുന്നത്. ഇപ്പോൾ 3 ആണെങ്കിൽ ലെങ്ത്ത് 3 ആണെങ്കിൽ ബ്രെഡ്ത്ത് 3 ഹൈറ്റും 3 ആണെങ്കിൽ എങ്ങനെയാണ്? 3 into 3 into 3 അങ്ങനെ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ ക്യൂബിൻ്റെ. ഡിയർ സ്റ്റുഡൻസ്, നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി ദി ലാസ്റ്റ് ലെസൺ, ഡേറ്റ ഹാൻഡ്ലിംഗ്. ഈ വർഷത്തെ ലാസ്റ്റ് ലെസൺ ആണ് നിങ്ങൾക്ക് ഡേറ്റ ഹാൻഡ്ലിംഗ്. എന്താണ് ഡേറ്റ? ഫസ്റ്റ് ഡേറ്റ എന്താണെന്ന് നോക്കിയേ. ഡേറ്റ ഈസ് ദി കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ. collection of information. Data is the collection of information.
ആ കളക്ഷൻ ഏതൊക്കെയാണ്? നമ്പേഴ്സ് ആവാം, ഫിഗേഴ്സ് ആവാം, വേർഡ്സ്, സിമ്പിൾസ്. ഇറ്റ് മേ ബി collection of numbers, figures, words or symbols. Two types of data are there. There are two types of data. One is primary data, second one is secondary data. Two types of data and ഡേറ്റയിൽ രണ്ടെണ്ണം ഉണ്ട്. അതിൽ പ്രൈമറി ഡേറ്റ എന്താണെന്ന് നോക്കാം. എന്താണ് പ്രൈമറി ഡേറ്റ? പ്രൈമറി ഡേറ്റ ഈസ് ദി ഡേറ്റ കളക്റ്റഡ് ഡയറക്ട്ലി ഫ്രം ദി സോഴ്സ്. ഡയറക്റ്റായിട്ട് കളക്ട് ചെയ്യണതാണ് പ്രൈമറി ഡേറ്റ. സെക്കൻഡറി ഡേറ്റ ആണെങ്കിൽ കളക്റ്റഡ് ഫ്രം എന്തോന്ന്, ഇൻ്റർനെറ്റ്, ടി വി, ലൈബ്രറി, ന്യൂസ് പേപ്പർ, ഇതിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്നതാണ് സെക്കൻഡറി ഡേറ്റ. ഓക്കെ, പ്രൈമറി ഡേറ്റ ഈസ് ദി ഡേറ്റ കളക്റ്റഡ് ഡയറക്ട്ലി ഫ്രം ദി സോഴ്സ്. അതേസമയം സെക്കൻഡറി ഡേറ്റ ആണെങ്കിലോ is the data collected from secondary sources. അതേതൊക്കെയാണ് secondary sources? Such as internet, TV, library, then newspaper. ഇതിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്നതാണ് സെക്കൻഡറി ഡേറ്റ. വി ക്യാൻ റിപ്രസെൻറ്റ് ഡേറ്റ ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. ഡിഫറെൻറ്റ് വേയ്സിൽ നമുക്ക് ഡേറ്റാസ് റിപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാണ് ടാലി മാർക്ക്, പിക്ടോഗ്രാഫ്, ബാർ ഗ്രാഫ്. ഇത് മൂന്നാണ് നിങ്ങൾക്കുള്ളത്. പൈ ചാർട്ടുണ്ട്, ലൈൻ ഗ്രാഫ് ഉണ്ട്. ഇതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രാഫ്സ് ആണ്. ഇനി ഇതിലിപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ബാർ ഗ്രാഫ്. ഇത് കഴിഞ്ഞ പ്രൊഫഷണൽ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ. വി ക്യാൻ റിപ്രസെൻറ്റ് ന്യൂമറിക്കൽ വാല്യൂസ് ഇൻ ദി ഫോം ഓഫ് എ ബാർ ഡയഗ്രാം. എ ബാർ ഡയഗ്രാം യൂസസ് വെർട്ടിക്കൽ ആർ ഹോറിസോണ്ടൽ ബാർസ് ഓഫ് ഈക്വൽ വിഡ്ത്ത് ടു ഷോ ദി നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ എ കളക്ഷൻ അണ്ടർ ഈച്ച് കാറ്റഗറി. ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് എ ബാർ ഗ്രാഫ് ഓർ ബാർ ചാർട്ട്. ബാർ ഡയഗ്രാം ഉപയോഗിച്ച് ന്യൂമറിക്കൽ വാല്യൂസ് റിപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ബാർ ഡയഗ്രാം. എ ബാർ ഡയഗ്രാം യൂസസ് വെർട്ടിക്കലായിട്ട് ഹോറിസോണ്ടലായിട്ട് ബാർസ് വഹിച്ച് ഈക്വൽ വിഡ്ത്ത് ആയിരിക്കണം. A bar diagram uses vertical or horizontal bars of equal width to show the number of items. Number of items in a collection under each category. It is also called as bar graph. And bar graph എന്ന് പറയുന്നത് അല്ലെങ്കിൽ or bar chart. The title of the bar diagram tells us what it shows and the label explains what the bars represent. Title എന്താണ്? Bar diagram tells us what it shows, എന്താണ് കാണിക്കുന്നത്. ലേബൽ എന്താണ്? explains what the bars represent. ബാർസ് എന്താണ് റിപ്രസെൻറ്റ് ചെയ്യണം എന്നുള്ളത്. നമുക്കിനി പ്രോബ്ലംസിലോട്ട് കിടക്കാം.
നിങ്ങൾ എക്സസൈസിൽ 8.1 ഇതിൽ ബാർ ഗ്രാഫ് തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്താൽ മതി നിങ്ങൾക്കതിൽ. ഞാൻ ടീച്ചർ വരയ്ക്കാം, നോക്കിക്കോ. ഗ്രാഫ് പേപ്പറിലാണ് പൊതുവെ വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ ബാർ ഗ്രാഫായിട്ട് നോട്ടിൽ വരച്ചാലും മതി. ഹോറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് ഓറിജിൻ 00 ഓറിജിൻ. നോക്കിക്കേ. ബുക്സ് വെയർ ബോട്ട് ഫോർ ദി സ്കൂൾ ലൈബ്രറി for the new academic year. The details of the purchase are given as a bar diagram. സ്കൂൾ ലൈബ്രറിയിലുള്ള ന്യൂ അക്കാഡമിക് ഇയറിലുള്ള ബുക്സ് അതിൻ്റെ പർച്ചേസ് എന്ന് തന്നെയാണ് പറയുന്നത്. നോക്കിയേ. ഫസ്റ്റ് ഹിയർ വൈ ആക്സിസിലെ നമ്പർ ഓഫ് ബുക്സ്. ഇവിടെ ഏതൊക്കെ ബുക്സ് എന്നുള്ളത്. ഇതിൻ്റെ സ്കെയിൽ എന്നുള്ളത് 10, 1 യൂണിറ്റ്. സ്കെയിൽ ടോപ്പിൽ എഴുതണം. 1 യൂണിറ്റ് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ 10 വെച്ചാണ് എടുത്തേക്കുന്നത്. സ്കെയിലിൽ വെച്ചിട്ട് ഈക്വൽ ഡിവിഷൻസ് വേണം എടുക്കാൻ. 10, 20, 30, 40, 50, 60, 70. എന്നിട്ട് വരയ്ക്കാം. ഫസ്റ്റ് ഇംഗ്ലീഷ് നോക്കിയേ. എവിടെ വരെ പോയിട്ടുണ്ട്? 40 വരെ. ഗ്രാഫ് ഷീറ്റിലാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ വരയ്ക്കാം. ബുക്കിലാണെങ്കിൽ ഈക്വൽ വിഡ്ത്ത് വെച്ച് സ്കെയിൽ വെച്ച് ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ്, ബാറിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എല്ലാം ഈക്വൽ വിഡ്ത്ത് ആയിരിക്കണം. അങ്ങനെ നോക്കി വരയ്ക്കാം. ഫസ്റ്റ് ഇംഗ്ലീഷ് 40. ഇത് ഇംഗ്ലീഷ്. അടുത്തത് സ്റ്റോറി ബുക്സ് എത്രയാണ് ഇതിൽ? 65. 60ക്കും 70ക്കും ഇടയിൽ. അപ്പോൾ 65. ഇടയ്ക്കുള്ള ഒരു ബിഗ് ലൈന് 5 ആണ്. അപ്പോൾ 65 സ്കെയിൽ വെച്ച് നോക്കി കറക്റ്റായിട്ട് വരയ്ക്കുക. ഇത് സ്റ്റോറി ബുക്സ്. അടുത്തത് റീജിയണൽ ലാംഗ്വേജ് എത്രയാണ്? 15. 10നും 20ക്കും ഇടയ്ക്ക്. അപ്പോൾ 15 ലാംഗ്വേജ്. അടുത്തത് സയൻസ് എത്രയാണ്? 55. 50ക്കും 60ക്കും ഇടയ്ക്കാണ് അതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ 55. സയൻസ്. ദെൻ ഹിസ്റ്ററി എത്രയാണ്? 20. ഹിസ്റ്ററി 20. ദെൻ ജോഗ്രഫിയും 20 തന്നെ. ജോഗ്രഫി 20. നെക്സ്റ്റ് മാത്തമാറ്റിക്സ് എത്രയാണ്? 40. മാത്സ് 40. ഇങ്ങനെ നമുക്ക് ബാർ ഗ്രാഫ് ഇതിൽ തന്നിട്ടുണ്ട്. ഇത് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഈ അളവ് വെച്ചിട്ട് വരയ്ക്കണം. എന്നിട്ട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണം. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. നോക്കിയേ. ഹൗ മെനി ബുക്സ് വെയർ പർച്ചേസ്ഡ് ഇൻ ഓൾ? ടോട്ടലി എത്ര ബുക്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നാണ്. എല്ലാവരും കൂടെ എത്ര ബുക്സ്. അപ്പോൾ ഫസ്റ്റ് ഇംഗ്ലീഷ് എത്രയാണ്? 40 പ്ലസ് സ്റ്റോറി ബുക്സ് 65 പ്ലസ് അടുത്തത് എത്രയാണ്? റീജിയണൽ ലാംഗ്വേജ് എത്രയാണ്? 15 അല്ലേ? 15. അടുത്തത് എത്രയാണ്? സയൻസ് 55. അടുത്ത ഹിസ്റ്ററിയും ജോഗ്രഫിയും 20 പ്ലസ് 20 പ്ലസ് മാത്സ് 40. ടോട്ടലി എത്രയാണ്? ആഡ് ചെയ്ത് നോക്കിയേ.
5 plus 5, 10 plus 5, 15. Remainder 1. 1 plus 4, 5. 5 plus 2, 7. 7 plus 2, 9. 9 plus 5, 14. 14 plus 1, 15. 15 plus 6, 15 plus 6, 21. 21 plus 4, 25. 255. Total എത്ര ബുക്ക്? 255. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? How many story books were bought? How many story books were bought? Story books എത്ര എണ്ണം മേടിച്ചിട്ടുണ്ട്? 65. The C question എന്താണ്? The same number of books were bought in 2 pairs of categories. What are they? സെയിം ബുക്ക് മേടിച്ച 2 കാറ്റഗറി ഉണ്ട്. ഏതൊക്കെയാണ്? ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫിയും ഇംഗ്ലീഷ് ആൻഡ് മാത്സും. ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫി, then English and Maths. Maths and English 40-40, History and Geography 20-20. Then which category got the least number of books? ഏത് കാറ്റഗറിയാണ് ലീസ്റ്റ് നമ്പർ ഓഫ് ബുക്സ് ഉള്ളത്? റീജിയണൽ ലാംഗ്വേജ്. എത്രയാണ്? 15 അല്ലേ? റീജിയണൽ ലാംഗ്വേജ് 50. ഇങ്ങനെ വേണം ബാറുകൾ നോക്കി ആൻസർ ചെയ്യാൻ. ഇപ്പോൾ ബാർ ഗ്രാഫ് മനസ്സിലായല്ലോ. അടുത്തത് ആവറേജ്. അടുത്ത പഠിക്കാൻ പോകുന്നത് ആവറേജ്. ആവറേജ് ഈസ് ഫൗണ്ട് ബൈ ആഡിങ് ദി വാല്യൂസ് ഓഫ് എ ഗ്രൂപ്പ് ആൻഡ് ദെൻ ഡിവൈഡിങ് ദി ടോട്ടൽ വാല്യൂ ബൈ ദി നമ്പർ ഓഫ് ടേംസ് ബീങ് ആഡഡ്. ആവറേജ് ഈക്വൽ സം ഓഫ് ദി given values. തന്നേക്കുന്ന വാല്യൂസിൻ്റെ എല്ലാം സം എടുത്തിട്ട് അത് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കി നമ്പർ ഓഫ് വാല്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് ആവറേജ്. നമ്പർ ഓഫ് വാല്യൂസ് എന്ന് വെച്ചാൽ ആവറേജ് ഇസ് ഫൗണ്ട് ബൈ ആഡിങ് ദി വാല്യൂസ് ഓഫ് എ ഗ്രൂപ്പ് ആൻഡ് ദെൻ ഡിവൈഡിങ് ദി ടോട്ടൽ വാല്യൂ ബൈ ദി നമ്പർ ഓഫ് ടേംസ് ബീങ് ആഡഡ്. ടോട്ടൽ വാല്യൂ ബൈ നമ്പർ ഓഫ് വാല്യൂസ്. അതിനൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. Find the total and average. Find the total and average. 15, 32, 46. ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുമ്പോൾ എത്രയാണ്? 15 ടോട്ടൽ 2 ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഫസ്റ്റ് ടോട്ടൽ 15 പ്ലസ് 32 പ്ലസ് 46 എത്രയാണ് ടോട്ടൽ? 6 പ്ലസ് 2 8, 8 പ്ലസ് 5 13, remainder 1, 1 plus 4 5 plus 3 8 plus 1 9. Next average. Average എന്താണ്? Sum of the given values by number of values. Sum of the given values by number of values. ഇതിൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1 2 3 നമ്പേഴ്സാണുള്ളത്. ടോട്ടൽ 93. അപ്പോൾ ടോട്ടൽ ബൈ നമ്പർ. ആവറേജ് ഈക്വൽ 93 by 3. 93 by 3. 1 3 is 3, 3 3 are 9, 1 3 is. എത്രയാണ് ആവറേജ്? 31. The answer. What is the average of 330 and 330? What is the average of 330 and 330? Average equal, നിങ്ങൾക്കറിയാം sum of all the values by number of values. By number of values. Then sum എടുക്കുക. 3 plus 30 plus 330 by എത്ര ഐറ്റം ഉണ്ട്? 1 2 3 divide 3, then 3 plus 3 6, 360. 363 by 3. Cancel by 1 2 1. 121 ആണ് ആവറേജ്. ഓഡ് നമ്പേഴ്സിൻ്റെ ആവറേജ് എടുക്കാൻ പറഞ്ഞാൽ 10 ഓഡ് നമ്പേഴ്സ് ചെയ്തോ 1 3 5 7, 1 plus 3 plus 5 plus 7 plus 9 plus 8 ഇട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക.
ഇപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ 10 നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുക. 1 + 2 + 3 + എടുക്കുക. ഫുൾ നമ്പേഴ്സ് 10 വരെയുള്ള നമ്പേഴ്സ് എടുത്തിട്ട് ആഡ് ചെയ്തിട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അതറിയാമല്ലോ. അപ്പോൾ ആവറേജ് അറിയും. ഇനി അടുത്തത് ടാലി മാർക്സ്. ടാലി മാർക്സ് നിങ്ങൾക്കറിയാം ക്രോസ് ചെയ്യാൻ. ഓക്കെ, നിങ്ങൾ ടെസ്റ്റിൽ 8.3 ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ടാലി മാർക്സ്. ടാലി മാർക്സ് വയർ റിട്ടേൺ ഫോർ ദി ബേർഡ്സ് സീൻ ഫ്രം 6 o'clock to 7 o'clock in the morning in a bird sanctuary on Thursday. Fill in the last column by counting the tally marks. ടാലി മാർക്സ് ഒരു പ്രോബ്ലത്തിൽ ഇടാനും ഒരു പ്രോബ്ലത്തിൽ കൗണ്ട് ചെയ്ത് എഴുതാനും ഉണ്ട്. നോക്കിയോ, ഇതിൽ ഫസ്റ്റ് നോക്കിയോ, ഫസ്റ്റ് കോളം ബേർഡ്, ടാലി മാർക്സ്. നമ്പർ, ബേർഡ്, പാരറ്റ്. ഫസ്റ്റ് പാരറ്റ്. പാരറ്റിൽ ടാലി മാർക്സ് തന്നിട്ടുണ്ട്, നമ്മൾ നമ്പർ എഴുതിയാൽ മതി. 1 2 3 4. നിങ്ങൾക്കറിയാം 5നാകുമ്പം ഇങ്ങനെ ഒരു ലൈൻ, സ്ലാൻഡിങ് ലൈൻ വരയ്ക്കണം. ഇങ്ങനെ എഴുതുന്നതാണ് 5. അടുത്തത് 1 2 3 4 5. 1 2 3 4 5. 1. ഇത് പാരറ്റ്. അടുത്തത് കിങ് ഫിഷർ. കിങ് ഫിഷർ നോക്കിയേ, 1 2 3 4 5. 1 2 3 4 5. then 2. അടുത്ത പെലിക്കൻ. വൺ ടു ത്രീ ഫോർ 5 മാത്രമേ ഉള്ളൂ. അടുത്തത് ഫ്ലെമിംഗോ. അതിന് ഒരു ടാലി മാർക്കും ഇല്ല. അടുത്തത് ക്രെയിൻ. 1 2 3 4 5. 1 2 3 4 5. 1 2 3 4 5. എൻഡിൽ വരെ വരണം സ്റ്റാൻഡിങ് ലൈൻ. ദെൻ 1 2 3. ഇനി നമ്പർ ഓരോന്നിൻ്റെ നമ്പർ എഴുതിയേ. ഇത് ഇങ്ങനെ എഴുതുമ്പോൾ 5. 5 + 5 10. 10 + 5 15. 15 + 1 16. ഇപ്പോൾ പാരറ്റ് 16. കിങ് ഫിഷർ 5 + 5 10. 10 + 2 12. ഹിയർ 5. ഹിയർ ഒന്നുമില്ല, 0. ഇവിടെ 5 + 5 10. 10 + 5 15. 15 + 3 18. ഇങ്ങനെ വേണം കൗണ്ട് ചെയ്ത് എഴുതാൻ. ടാലി മാർക്സ് 1. നമ്പർ തന്നിട്ട് ടാലി മാർക്സ് വരയ്ക്കാൻ പറഞ്ഞാലും ഇതുപോലെ വരയ്ക്കണം. 5 വെച്ച് തന്നെ വരയ്ക്കണം. ഇപ്പോൾ 16 ആണെങ്കിൽ ഇതുപോലെ 4 വരച്ചിട്ട് ഒരു സ്ലാൻഡിങ് ലൈൻ, അപ്പോഴാണ് 5. ഇങ്ങനെ വെച്ച് വരയ്ക്കുക. ഓക്കെ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് ഈ വർഷത്തെ ലെസൺസ് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ലെസൻ്റെ ആക്ടിവിറ്റി ബുക്കും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കുകയും വേണം. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.